വേണോന്ന് ചോദിക്കുന്നില്ല അതെനിക്ക്. എന്തു പറ്റി? പണ്ട് തന്റെ അച്ഛനെ കൊണ്ട് റാക്ക് കുടിപ്പിച്ചതാ ഞാൻ, കോഴിക്കോട് വെച്ച്. വേണുവേട്ടന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരൊറ്റ കവിള്. അതോടെ ഛർദിച്ച് കുടല് പുറത്തു വന്നു. അപ്പൊ അതാണ് സംഭവം. ചായ സൽക്കാരത്തിന്റെ നടുവില് മുഖ്യാതിഥിയെ കൊണ്ട് പത്രാധിപരത് എങ്ങോട്ടാ മുങ്ങിയെന്ന് മണം പിടിച്ചു വന്നതാ ഞാൻ എന്ന് പറഞ്ഞ. ഇതിപ്പോ പഴയ ഫ്രണ്ട്, ഫിലോസഫർ, കോമ്രേഡിന്റെ മകനെ ഇങ്ങനെ ഉടലോടെ നേരിട്ട് കൈപ്പറ്റിയതിന്റെ സന്തോഷം. പിന്നെ മറ്റേ നരേന്ദ്രൻ ഇഷ്യൂ ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ഇമോഷണൽ ഹബ്ബം. ഏത് ശിലാഹൃദയനും രണ്ടെണ്ണം വീശി പോകാവുന്ന സിറ്റുവേഷൻ. അതല്ലേ പ്രശ്നം? പക്ഷെ കേട്ടല്ലോ, രണ്ടിലും നിർത്തിക്കോണം, ഫുൾ സ്റ്റോപ്പ്. അതെ, തമാശല്ല കേട്ടോ, പേടിച്ചിട്ടാ. ഇടിയും തൊടിയും പ്രയോഗങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇത്തിരിയൊക്കെ ബാക്കി വെച്ചിട്ടുള്ളൂ പോലീസുകാര്. ദാ ഇതിന്റെ ഉള്ളില്. ഇനി ഇതും കൂടി. കേട്ടോ നന്ദൻ, അറിയാമല്ലോ, നാട്ടു നടപ്പനുസരിച്ചുള്ള ഉപചാരങ്ങളും എറ്റിക്കറ്റ്സും ഒക്കെ ശീലിച്ച് വശമാക്കുന്നതിന് മുമ്പേ വല്ലാതെ കട്ടിപ്പിടിച്ചു പോയൊരു മനസ്സാ എനിക്ക്. എങ്കിലും കേൾക്കുമ്പോ ഒരു ഭംഗിവാക്കിന്റെ ചുവ തനിക്ക് തോന്നിപ്പോയാല് വിട്ടുകളഞ്ഞേക്കണം, മറന്നേക്കണം. അല്ല, ദാ ഒരിക്കലും ജാഗ്രതയിലെ ചീഫ് എഡിറ്ററുടെ കസേര ഒരുക്കി വെച്ചിട്ട് കാത്തിരുന്നതാ ഞാൻ നിന്റെ അച്ഛന് വേണ്ടിയിട്ട്. പക്ഷെ വേണുവേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് പീഠമിട്ട് ആദരിച്ചിരുത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടാവാതെ പോയി. നന്ദൻ, താൻ ഇന്നോളം പരിചയിച്ചിട്ടുള്ള പടുകൂറ്റൻ പത്രങ്ങളുടെ പ്രചാരവും പകിട്ടും ഒന്നും ഒരു കാലത്തും ഉണ്ടാവില്ല എന്റെ ഈ പാവം പത്രത്തിന്. പക്ഷേ കേരളരശ്മി അതുപോലുള്ള വമ്പൻ സെറ്റപ്പുകളും മടുത്തൂന്ന് എപ്പോഴെങ്കിലും തനിക്ക് തോന്നിപ്പോയാല് വേണുവേട്ടന്റെ ചോരയല്ലേടോ അങ്ങനെ തോന്നും, ഉറപ്പാ എനിക്ക്. അങ്ങനെ തോന്നുമ്പോ തനിക്ക് ഇവിടേക്ക് പോരണം. ശേഖരേട്ടാ, ഞാൻ വേണുവേട്ടന് വേണ്ടി ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് ഒഴിഞ്ഞു വെച്ച കസേര എന്നും നിനക്ക് അവകാശപ്പെട്ടതായിരിക്കും. എപ്പോ വേണമെങ്കിലും നിനക്കത് ഏറ്റെടുക്കാം. ശേഖരൻ മരിച്ചു കഴിഞ്ഞിട്ടായാലും അങ്ങനെ, അല്ലെങ്കിൽ അതിനു മുമ്പ്. എന്താടി, ജാഗ്രതയുടെ ഒരേ ഒരു അനന്തരാവകാശിക്ക് പരാതി വല്ലതും ഉണ്ടോ എന്റെ തീർപ്പില്? എടി ഉണ്ടോന്ന്? ഒരു ലേശം, ഒരു ഇത്തിരി, ഒരു കുഞ്ഞുറുമ്പിന്റെ അത്ര. അമ്പടി കള്ള കഴു. സോറി. ഹലോ, ആരാണ്? സി ഐ ഹരിദാസാണ്. ശേഖരേട്ടനില്ലേ അവിടെ? ഒരു സെക്കൻഡ്. ആരോട്? സി ഐ ഹരിദാസാ. കൊടുക്കുന്നേ. പറയടോ. താൻ അവിടെ തന്നെ നിന്നാ മതി, ഞാൻ ദേ പുറപ്പെടുന്നു. അരവിന്ദൻ, ഫ്രണ്ട് പേജിൽ മെയിൻ സ്റ്റോറിക്ക് ഒരു 6x15 സ്പേസ് ഇട്ട് വേണം പേജ് സെറ്റ് ചെയ്യാൻ. അല്ല ശേഖരേട്ടാ, വേണോടോ. ഞെട്ടിക്കുന്ന ചില കഥകളുണ്ടാവും നാളത്തെ ജാഗ്രതയില്. രാത്രി വൈകാതെ എത്തും ഞാൻ, മോളോടൊന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തോടോ വിയർക്കുന്നേ? ഒന്നുമില്ല. ശരി, വഴി. ഹലോ, വെൽക്കം സാർ. ഞാൻ പറഞ്ഞില്ല ശേഖരേട്ടാ, മിസ്റ്റർ കെ നമ്പ്യാർ. അങ്ങനെ ജ്ഞാനസ്നാനം ചെയ്ത് ശേഖരന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഖദറുകുപ്പായക്കാരൻ അരവിന്ദനൊടുവിൽ മാനസാന്തരം. നന്നായി. മിടുക്കൻ. നീയല്ല, ഇയാള്, ഈ ഹരിവംശിലാൽ. ശേഖരന്റെ ജാഗ്രതയിൽ നിന്ന് നിന്നെപ്പോലെ രക്തഗുണമുള്ളൊരു ചാരനെ ഇങ്ങനെ വലവീശി പിടിച്ചതിന്. കഴിക്കും. പറയടാ, എന്നിട്ടിപ്പോ എവിടെ ഉണ്ടാവും നിന്റെ ശേഖരേട്ടനും ഹരിദാസും? അല്ല, അത് ആണ്ടവൻ
ഹരിദാസിന്റെ മാളങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നിന്റെ ആൾക്കാർ അല്ലേ? ആമാ. Then come on, trace them. കഴിഞ്ഞ 12 കൊല്ലത്തിനിടയ്ക്ക് പഴയ കസ്റ്റംസ് ഗാർഡ് മുഹമ്മദ് ഉണ്ണി അടക്കം ഇപ്പോഴീ വിൻസെന്റ് പീറ്റർ വരെ 9 കൊലപാതകങ്ങൾ. ലഹരി മരുന്നുകളും നിരോധിക്കപ്പെട്ട വേറെ പലതും ചേർത്ത് കുറേയേറെ കോടികളുടെ ഇടപാടുകൾ. അങ്ങനെ കണക്കുകൾ ഒരുപാടുണ്ട് വിശ്വനാഥന്റെ പേരിൽ അല്ലേ? അതെ. വിശ്വനാഥനും ആണ്ടവനും പന്നലാൽ സേട്ടിനുമെതിരെ സകല സത്യങ്ങളും കോടതിക്ക് മുമ്പിൽ വിളിച്ചു പറയാൻ ഇവൻ തയ്യാറാണെങ്കിൽ ഇറ്റ് ഇസ് എ ക്ലീൻ കേസ് അല്ലേ ഹരിദാസ്? യെസ്. അപ്പൊ നാളെ മുതൽ ഇവൻ ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന അനുഭവ കഥകളും വിശ്വനാഥന്റെ വീരകൃത്യങ്ങളും ജാഗ്രതയിൽ അച്ചടിച്ചു തുടങ്ങും. അത് കഴിഞ്ഞാൽ കോടതി. ദാ ഈ ടേപ്പ് ഞാൻ തന്നെ സൂക്ഷിക്കും. കോടതിയിൽ ഹാജരാക്കുന്നവരെ ഇവനെ ഹരിദാസും. നോ, അല്ലെങ്കിൽ തന്നെ വെറുതെ ആ പാവം വിൻസെന്റ് പീറ്ററിനെ കൊണ്ട് കുരുതി കൊടുത്തില്ലേടോ നിങ്ങള്. ഇവൻ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പിഴയ്ക്കാൻ വേണ്ടി പലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യജീവനായി ഇതും കൊലയ്ക്ക് കൊടുക്കാതെ സംരക്ഷിച്ചു പിടിക്കാനുള്ള ബാധ്യതയുണ്ട് എനിക്കും ദാ ഇവനും. പാടോ പാടോ. ഇതാടോ ഒരു പേടി തോന്നി തുടങ്ങിയിട്ടുണ്ടോ അതെനിക്ക്? ഇല്ല സർ. ആ ഒരെണ്ണം കത്തിച്ച് പിടിച്ചോ, ഒന്ന് ചൂടായിക്കോളൂ. ശരൺ അങ്ങനെ. എന്താ തോമസ് പ്രശ്നം? ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. മോളിൽ നിന്ന് DIG അതേ വണ്ടി നമ്പർ വിളിച്ചു പറഞ്ഞിട്ടാ. എന്താ കാര്യം? അത് താൻ DIGയോട് നേരിട്ട് വിളിച്ചു ചോദിച്ചാൽ മതി. ചെക്ക് ചെയ്യടോ. നിക്കോടെ ഹരിദാസ്, മാറി നിൽക്ക്. നോ, മാറി നിൽക്കാൻ. വേണ്ട, വിട്. ഹരിദാസ് വിടാൻ. എടോ കൈയെടുക്കാൻ. എടോ തോമസ്, ദാ ഈ വണ്ടിക്കുള്ളിലുണ്ട് തന്റെ DIG അന്വേഷിക്കുന്നവൻ. പക്ഷെ അവനെ ശേഖരൻ വിട്ടുവരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി തന്റെ DIGയോടും പിന്നെ അവനെയും തന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്ന സാക്ഷാൽ വിശ്വനാഥനോടും. കേരളോ ശേഖരേട്ടാ, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എനിക്ക് വിട്ടുതരണവനെ ഫ്രെഡിയെ. ദയവേ തന്നെ നിർബന്ധിക്കരുത്. ദാ ഇതെടുത്ത് പ്രയോഗിക്കാൻ. നിങ്ങളാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കയ്യിലേക്ക് ഒരു ആയുധം എടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ കാഞ്ചി വലിക്കാനും നിനക്ക് പഠിപ്പിച്ചെന്ന് ശേഖരനാ. അത് മറക്കണ്ട. വേണമെങ്കിൽ ശേഖരനെ നിന്നെ കൊല്ലാം, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ ഒരുപാട് തവണ മരണത്തിൽ നിന്ന് നീന്തിക്കയറിയ ഈ ശരീരവും മനസ്സും നിന്റെ മുന്നിൽ കീഴടങ്ങി കാണണമെങ്കിൽ അതിന് 100 ജന്മം കൂടി ജനിക്കണം. നീ നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും.